ഈ സ്വാർത്ഥ ലാഭം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഡിഫൻഡറുടെ ഒരു കളി ഇനി മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ള തരത്തിൽ വരെ ഒരു മന്ദഗതിയിലെത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഒരു രക്ഷകൻ തന്നെ അന്ധകനായി മാറുകയാണോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ അൻവർ അലിയുടെ ഒരു സിറ്റുവേഷനെ പറ്റി തന്നെയാണ് പറഞ്ഞു വരുന്നത്. അൻവർ അലി ഇപ്പോൾ സമീപകാലത്തായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് അൻവർ അലി മോഹൻ ബഗാൻ്റെ ഒരു പ്ലെയർ എന്ന നിലയിൽ, ലോൺ പ്ലെയർ എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. 4 ഇയർ ഡീൽ ഡൽഹി FC-യിൽ നിന്ന്. അപ്പോൾ അതിനുശേഷം കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്ത ഒരു കാര്യം, അതും യാതൊരു ഹറിയിപ്പും ഇല്ലാണ്ട് പെട്ടെന്നൊരു ടെർമിനേഷൻ നടത്തുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്ന് കാരണങ്ങളൊന്നും ഇല്ലാതെ. അപ്പം അതുമായി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്. ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ ഒരു ഇതിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡൽഹി FC-യുടെ ഓണറിന് ഒരു ക്രൂഷ്യൽ പങ്കുണ്ട്. ഇപ്പം പുള്ളി സോഷ്യൽ മീഡിയയിലൊക്കെ എനിക്ക് തോന്നുന്നില്ല, പുള്ളി പറയുന്നതിൽ ഒരു റെലവൻസി ഇപ്പോഴും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം അൻവർ അലിയുടെ ഒരു കേസിൽ അദ്ദേഹത്തിന് ഒരു ബാൻ കിട്ടാൻ വരെയുള്ള സാധ്യത ഉണ്ട്. 6 മാസത്തെ ബാൻ എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പം അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. 12 മുതൽ 13 കോടി രൂപ വരെയൊക്കെയാണ് മോഹൻ ബഗാൻ കോമ്പൻസേഷനായിട്ട് ചോദിക്കുന്നത്. അപ്പം ഇത് ഒടുവിൽ തീരുമാനിക്കുന്നത് ഫിഫ ആയിരിക്കും. അപ്പം ഫിഫയുടെ ഒരു വെച്ചിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു തരത്തിലുള്ള എമൗണ്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്താണെങ്കിലും ആ ഒരു എമൗണ്ട് കൊടുക്കുന്നത് വരെ അൻവർ അലിക്ക് മറ്റൊരു ക്ലബ്ബിൽ കളിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം മോഹൻ ബഗാന് തീരുമാനിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതായത് AFF-ന് 31ാമത്തെ റൂള് പ്രകാരം അങ്ങനത്തെ കോമ്പൻസേഷൻ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു ക്ലബ്ബിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല, സൈൻ ചെയ്യാൻ പറ്റില്ല, കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇപ്പോൾ പ്രശ്നം. ഇതിനിപ്പം എങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്തൊരു രീതിയിലേക്കൊക്കെ പോകും. ISL തുടങ്ങാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമേ ഉള്ളൂ. എൻ്റെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇനി ആദ്യം പറഞ്ഞൊരു വിഷയത്തിലേക്ക് വരാം, എങ്ങനെ ഒരു സ്വാർത്ഥ ലാഭം ഇതിനകത്ത് കടന്നുകൂടി എന്നുള്ളത്. കാരണം ഓൾറെഡി അൻവർ അലിയെ ഒരു ലോൺ മൂവിലാണ് മോഹൻ ബഗാനിലേക്ക് എത്തിക്കുന്നത്. അതൊരു 11 കോടിയുടെ ഡീലായിരുന്നു. ആദ്യത്തെ ഒരു വർഷം 1.5 കോടി, പിന്നീടുള്ള 3 വർഷത്തിൽ 2.5 കോടി, എങ്കിലും 9 കോടി വരുന്നുള്ളൂ. ബാക്കി 2 കോടി ക്ലബിനുള്ളതാണ്, ഡൽഹി FC ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ എമൗണ്ടാണ്. അത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് അതിനേക്കാൾ വലിയൊരു ട്രാൻസ്ഫർ ഫീ, ഏതാണ്ട് 2.5 കോടി to 3 കോടിക്കിടയിൽ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം അതിനുവേണ്ടി ഈസ്റ്റ് ബംഗാളിലേക്ക് മാറ്റാനായിട്ട് പോകുന്നു. അതിന് വേറെ ഒരു ഫിഫയുടെ പുതിയ റൂൾ എന്ന് പറയുന്ന ലൂപ്പ് ഹോൾ ശ്രമിക്കാൻ നോക്കുന്നു. അത് പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്താകും അൻവർ അലിയുടെ കാര്യത്തിലൊരു ഭാവി, അല്ലെങ്കിൽ അൻവർ അലി ഇനിയിപ്പോൾ ഭാവി മോഹൻ ബഗാൻ തീരുമാനിക്കുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി കാണേണ്ടതാണ്. പല കാര്യത്തിലും നമ്മൾ രഞ്ജിത്ത് ബജാജിൻ്റെ അദ്ദേഹത്തിൻ്റെ യൂത്ത് ഡെവലപ്മെൻറ്റിൻ്റെ പരിപാടി, അക്കാഡമിക് പരിപാടികളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ കാര്യം ചെയ്തൊട്ടും ശരിയായില്ല. ഒരു പ്ലെയറുടെ ഒരു ഭാവിയുടെ കാര്യം കൂടിയായിരുന്നു. അത് പുള്ളി നോക്കേണ്ടതാണ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനി.